ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനിടയായത് ഒരു കാര്യം നിങ്ങൾക്ക് മുന്നിൽ ഉണർത്താനാണ്. ഒരു ചരിത്രം നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നത്തെ വീഡിയോയുമായി വന്നിരിക്കുന്നത് രാമന്തള്ളിയിലേക്കുള്ള ഒരു യാത്രയാണ്. അത് ഇന്ന് ഉറൂസ് ആയതുകൊണ്ടാണ് ഇന്നത്തെ യാത്ര പോകുന്നത്. രാമന്തള്ളി നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. കാരണം ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ 1524 വാസ്കോഡഗാമയുടെ നേതൃത്വത്തിൽ കച്ചവടത്തിന് ആവശ്യമായി വന്ന പോർച്ചുഗീസുകാർ രാമന്തള്ളിയിൽ വന്ന് അവിടെ കൊടിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് മുസ്ലിങ്ങൾക്ക് നേരെയും അതുപോലെ തന്നെ അമുസ്ലിങ്ങൾക്ക് നേരെയും കൊടിയ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഈ കൊടിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട പോർച്ചുഗീസുകാർക്കെതിരെ പൊരുതുവാൻ വേണ്ടി ആ നാട്ടിലുള്ള 17 യുവാക്കൾ, അതായത് 17 ശുഹദാക്കൾ അവിടെ സംഘം ചേർന്ന് അവരെതിരെ പ്രതിരോധിച്ചു. അവർക്കെതിരെ നീങ്ങുന്നതിന് മുമ്പായി കുട്ടികളെയും വൃദ്ധന്മാരെയും സ്ത്രീകളെയും മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവരുമായുള്ള ഏറ്റുമുട്ടലിൽ അവർ വഫാത്താവുകയും ചെയ്തു. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം അവരുടെ മയ്യത്തെടുക്കുവാൻ വേണ്ടി അവരെ അന്വേഷിച്ചപ്പോൾ ഒരു ചെത്തുകാരൻ പറഞ്ഞു, പള്ളിയോട് ചേർന്നുള്ള കിണറിൽ എപ്പോഴും പ്രകാശിക്കുന്നതായി ഞാൻ ചെത്തുന്ന സമയത്ത് കാണാറുണ്ട്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നോക്കുന്ന സമയത്ത് അവർ 17 പേരെയും കഷ്ണങ്ങളായി അതിദയനീയമായ കാഴ്ചയാണ് അവർ കാണുന്നത്. ആ സമയത്തും അവരുടെ മുഖവും മറ്റുള്ള ശരീരഭാഗങ്ങളൊക്കെ ഒന്നുമായിട്ടുണ്ടായിരുന്നില്ല. അവരുടെ മുഖമൊക്കെ പ്രകാശിക്കുന്നതായിട്ടാണ് പല ഗ്രന്ഥങ്ങളിലും വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന ഉറൂസിനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇതാണ് മസ്ജിദ്. പള്ളിയോട് ചേർന്ന് നിൽക്കുന്നതാണ് ഖബർ സ്ഥിതി ചെയ്യുന്നത്. അകത്ത് കയറി ഞാൻ അധികം ഫോട്ടോസും വീഡിയോസും നമുക്ക് എടുത്തില്ല. ഉറൂസ് നടക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം പരിപാടികൾക്കുള്ള തയ്യാറെടുപ്പായിരുന്നു. പിന്നീട് ലൈറ്റൊക്കെ അലങ്കരിച്ച് നല്ല ഒരു മനോഹരമായിരുന്നു ഉറൂസ്. മക്കാമിനകത്ത് അവർ യുദ്ധം ചെയ്യാൻ ഉപയോഗിച്ച വെടിയുണ്ടകളും അതുപോലെ തന്നെ കത്തികളും ഒക്കെ അവിടെ ഉണ്ട്. പിന്നീട് സിയാറത്തൊക്കെ കഴിഞ്ഞ് ഞാൻ കുട്ടികളെയും കൂട്ടി മുട്ടായൊക്കെ വാങ്ങാൻ വേണ്ടി അടുത്തുള്ള ചന്തയിൽ ചെന്നു. ചന്തയിൽ ചെന്നപ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഏകദേശം മുട്ടായൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നീടും അവർ ആശ തീരാത്തത് കൊണ്ട് തന്നെ നമ്മൾ നേരെ അവിടെ നിന്നും മാറ്റി. അവിടെ നിന്നും കുട്ടികൾക്ക് ആവശ്യമായ അവരെ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ അവർക്ക് വാങ്ങിക്കും. രാമന്തള്ളിയെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അതുമാത്രമല്ല അവിടെ നിന്നും ഒരുപാട് ചരിത്രങ്ങൾ ഇനിയും പറയാനുണ്ട്. അപ്പോഴേക്കും സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഹോട്ടലിൽ നിന്ന് കുറച്ച് ഭക്ഷണം കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക.